ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ചിക്കൻ ഐറ്റമാണ്. ചിക്കൻ്റെ വെറൈറ്റി ഐറ്റം എന്താണെന്നല്ലേ, ഹരിയാലി ചിക്കൻ. നമുക്ക് ഈ ചിക്കൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇനി ആവശ്യത്തിനായി കുരുമുളക്, ജീരകം, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിൻറ്റ്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് മല്ലിയാണ്. മല്ലിയിലയും നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കട്ട് ചെയ്യാതെ അതുപോലെ തന്നെ ആഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ മസാല അരഞ്ഞ് വരാനായിട്ട് കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ട് കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ വെള്ളം നോക്കി വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. ഇനി നമ്മളിവിടെ ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ചിക്കനിലോട്ട് നമ്മൾ ഈ മസാല നന്നായിട്ട് നമുക്ക് പുരട്ടി കൊടുക്കാം. ഈ ചിക്കനിലോട്ട് നന്നായിട്ട് പുരട്ടി നമുക്ക് അത് കുറച്ച് നേരം പുരട്ടിയതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് എത്ര സമയം വെക്കാൻ പറ്റും അത്രയും മസാല നന്നായിട്ട് ചിക്കനിലോട്ട് പിടിക്കും. എന്നിട്ട് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആവാനായിട്ട്. ഞാനിവിടെ അടച്ച് ഒരു അരമണിക്കൂറോളം വെക്കുന്നുണ്ട്. നമുക്ക് എന്നിട്ടൊരു പാൻ എടുക്കാം. പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന, ഞാൻ കുറച്ച് എണ്ണ ഇവിടെ ഒഴിക്കുന്നുള്ളൂ, നമുക്ക് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഓരോ പീസസ് ആയിട്ട് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ബാച്ചിലേഴ്സിനും അമ്മമാർക്കും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. കാര്യം എന്നും നമ്മൾ സാധാ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിച്ച് നമ്മൾ മടുത്തിരിക്കുമായിരിക്കും. അപ്പോൾ ഒരു വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർ ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടാണ്. ഒരുപാട് കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും നമ്മളെ ഈ കറിയിൽ വരുന്നതായിട്ടില്ല. നമുക്ക് ബാക്കിയുള്ള പീസസും കൂടെ നമ്മൾ ആ എണ്ണയിലോട്ടിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈയുടെ ആവശ്യമില്ല. നമുക്കതൊന്ന് ഒരു 5 മിനിറ്റോളം വെച്ച് നമുക്കത് ഫ്രൈ ചെയ്താൽ മതി. ഒരു സൈഡ് 5 മിനിറ്റ് വെച്ച്. ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും. അപ്പോൾ അതൊന്ന് 5 മിനിറ്റ് ആയതിനു ശേഷം നമുക്കത് ഓരോ പീസസായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല. നമുക്കങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഐറ്റം അല്ല. ഞാനിവിടെ അധികം ഫ്രൈ ആക്കുന്നില്ല. നമ്മളൊരു ഗ്രേവി പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ആണ്. നമുക്കിപ്പോൾ ചപ്പാത്തിക്കോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണത്. അപ്പോൾ നമുക്ക് ഓരോ പീസസായിട്ട് ഞാനിവിടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് കൊടുത്ത് അതിന് ശേഷം നമുക്ക് ഇതിൽ ഒരുപാട് നമ്മൾ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു സവാള ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സവാള നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് നമ്മൾ ബിരിയാണിക്കൊക്കെ നൈസായിട്ട് കട്ട് ചെയ്യുമല്ലോ, അതുപോലെ എടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് അത് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ആ കറി ഏകദേശം നമ്മളെ ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ആ ജാറിൽ കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചു. അതായത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒണിയനും കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒണിയനും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ കറിയുടെ ഒരു ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്